പ്രതിഷേധം കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായൊരു പ്രതിഫലനം കൂടി നിലമ്പൂരുണ്ടാവും. വി പ്രകാശിന്റെ ഭാര്യ ഒപ്പം മകൾ അവർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അവർ വോട്ട് ബഹിഷ്കരിക്കുമെന്ന ചില അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ കണ്ണൂരിലായിരുന്ന അവർ ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട അവർക്ക് നിലനിൽക്കുന്ന ചില അതൃപ്തികൾ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയങ്ങൾക്കൊടുവിൽ വി പ്രകാശ്, മുൻ DCC പ്രസിഡന്റ്, മുൻ UDF സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടിയായി പോളിംഗ് ബൂത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മകൾ വന്ദന പ്രകാശ് രാവിലെ അച്ഛൻ ഇല്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പ്, അച്ഛൻ്റെ ഓർമ്മയിൽ എന്ന് പിതാവിനെ അനുസ്മരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പങ്കുവച്ചിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വൈകാരികമായ പ്രകടനങ്ങൾ പലതുണ്ടാകുമെന്ന് കരുതുകയും ചെയ്തിരുന്നു. എന്തായാലും അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചൊന്നുമില്ല. അവർ വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. രാവിലെ കണ്ണൂരിലായിരുന്ന അവർ എന്തായാലും ഈ വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. വി അരുൺ ചേരുന്നു. അരുൺ, അവർ വോട്ട് ബഹിഷ്കരിക്കും, സമ്മതിദാനാവകാശം ബഹിഷ്കരിക്കുമെന്ന ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. എന്തായാലും കണ്ണൂരിലായിരുന്ന മകളും ഭാര്യയും, വി പ്രകാശിൻ്റെ മകളും ഭാര്യയും വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, അവരെവിടെയാണ് വോട്ട് ചെയ്യുന്നത്? അതിനുശേഷം ഒരു പ്രതികരണം പ്രതീക്ഷിക്കാമോ? തീർച്ചയായും സജിത്ത്, ഇത് കഴിഞ്ഞ് അവർ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടക്കര ഹയർ സെക്കൻഡറി സ്കൂൾ, സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടവകാശം വിനിയോഗിക്കുന്നത്. അവരുടെ വീട്ടിൽ നിന്നും ഏതാണ്ട് 100-200 മീറ്റർ മാത്രം അകലെയുള്ള സ്കൂളാണ്. ആ സ്കൂളിലാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത്. നേരത്തെ പ്രകാശ് ഉള്ള സമയത്തൊക്കെ അദ്ദേഹവുമായി വന്നിരുന്ന് വോട്ട് ചെയ്ത സ്ഥലമാണ്. ഇപ്പോൾ 2 വോട്ടർമാരാണ് ആ വീട്ടിലുള്ളത്. ഭാര്യ സ്മിതയും നന്ദന പ്രകാശ് എന്ന മകൾ ഇന്ന് രാവിലെയും ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് വലിയ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. ഒരുപാട് ആളുകൾ ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസവും നന്ദന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അച്ഛന്റെ ഓർമ്മകളെ കുറിച്ചൊക്കെ തന്നെയാണ് പറയുകയും ചെയ്തത്. എന്തായാലും ഇത് ശ്രദ്ധേയമാവുന്നത്, ഈ കുടുംബം കൂടുതൽ ശ്രദ്ധേയമാവുന്നത് PV അൻവറും ഒപ്പം M സ്വരാജും ഒക്കെ ഈ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ട് വോട്ട് ചോദിച്ചപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഇതുവരെ ആ വീട്ടിലേക്ക് പോയില്ല എന്നതാണ് വലിയൊരു പ്രചാരണ വിഷയമായി തന്നെ LDF ക്യാമ്പ് ഉയർത്തിക്കാട്ടിയ ഒരു സംഗതി. ഇതിന് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് അടക്കം മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും, അതായത് ഈ പോളിംഗ് പുരോഗമിക്കുന്ന സമയത്ത് പോലും ആ വീട്ടിലേക്ക് വോട്ട് ചോദിക്കാനായി എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ന് ഈ കുടുംബം വോട്ട് അവകാശം വിനിയോഗിക്കില്ല എന്ന് പോലും അഭ്യൂഹങ്ങൾ രാവിലെ മുതൽ ഉയർന്നിരുന്നു. കാരണം വോട്ടെടുപ്പിന്റെ തലേനാൾ അവർ കൊട്ടിയൂരിലെ വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇന്ന് രാവിലെയും അവരുമായി ബന്ധപ്പെടാൻ ഈ ബൂത്തിലെ ഭാരവാഹികൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും കഴിയാതെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ അഭ്യൂഹങ്ങളായിരുന്നു രാവിലെ മുതൽ നിലനിന്നിരുന്നത്. അവർ ഈ വോട്ട് ചെയ്യാൻ വരുമോ എന്ന സംശയം പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം. നേരത്തെ തന്നെ അവർ നിലപാട് പ്രഖ്യാപിച്ചതാണ്, കോൺഗ്രസിനൊപ്പമാണ് എല്ലാ കാലത്തും ഉണ്ടാവുക. പ്രകാശ് ഒരു അടിയുറച്ച കോൺഗ്രസുകാരനായിരുന്നു. അതുകൊണ്ട് തങ്ങളുടേതൊരു കോൺഗ്രസ് കുടുംബമാണ് എന്നവർ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും 2 ആളും വോട്ടവകാശം വിനിയോഗപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എല്ലാ അഭ്യൂഹങ്ങളെയും കാറ്റിൽ പറത്തി, എല്ലാ പ്രചാരണങ്ങളെയും കാറ്റിൽ പറത്തി ഇരുവരും വോട്ട് ചെയ്തിരിക്കുന്നു. അവർ വോട്ട് ചെയ്ത ശേഷം മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം അവർ മാധ്യമങ്ങളോട് തങ്ങളുടെ ഒരു പ്രതികരണം വ്യക്തമാക്കും. ഇത് പോളിംഗ് സ്റ്റേഷനാണ്. ആ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് പോയ ശേഷം അവർ മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് അവർ ഇടക്കരയിലെ വീട്ടിലെത്തുകയും അവിടെ നിന്നും ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഒരു കുടുംബം തന്നെയാണ്. എല്ലാ മുന്നണികളും ഇവരുടെ പേരുകൾ പറയുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ട് സ്ഥാനാർത്ഥി ഇതുവരെ അവിടെ പോയില്ല എന്ന ചോദ്യം പലവരും ഉയർന്നതാണ്. എന്തായാലും അവർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ വെച്ച് തന്നെ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാഹചര്യം. നമ്മുടെ വോട്ട് ബഹിഷ്കരിക്കുകയാണെന്ന തലത്തിൽ വരെ ഇടത് സൈബർ ഇടങ്ങളിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. 6 മണി വരെ വോട്ടിംഗ് സമയമുണ്ടല്ലോ. നമുക്ക് എത്തിച്ചേരാനുള്ള തടസ്സം കൊണ്ടാണ് ലേറ്റ് ആയത്. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ വോട്ട് ചെയ്യായിരുന്നു.
അത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കേണ്ടി വരും അവരെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. വേറെ വൈകാരികമായ ദിനമാണല്ലേ? അതെ, തീർച്ചയായും വൈകാരികമായിട്ടുള്ളൊരു ദിനം തന്നെയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എന്റെ അച്ഛൻ മത്സരിച്ച് അതിന് റിസൾട്ട് വരുന്നതിന് 3 ദിവസമാണ് മരണപ്പെടുന്നത്. തികച്ച ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. തികച്ചും ആ വ്യക്തിനെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുള്ളൂ. കാരണം എന്റെ അച്ഛനാണല്ലോ. ഇങ്ങനെ ഇപ്പോൾ ഈ വോട്ടെടുപ്പ് കഴിയാറായി, ഒരു വിജയസാധ്യതയൊക്കെ എങ്ങനെയാണെന്ന് കാണുമ്പോൾ തോന്നുന്നു? വിജയസാധ്യത തീർച്ചയായും UDF ജയിക്കണം എന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. ഭരണം വരെ കോൺഗ്രസ്സുകാരിയായിരിക്കും എന്നാണ് നേരത്തെ തീർച്ചയായിട്ടും നിലപാടിലൊരു മാറ്റമില്ല. ഈ സ്ഥാനാർത്ഥി വീട്ടിലെത്തിയില്ല എന്ന് സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ ഞങ്ങൾക്ക് പരാതിയില്ലാത്ത കാര്യമാണത്. ബ്ലാക്ക് ഡ്രസ് ഒക്കെയാണല്ലോ യാദൃശ്ചികമായി ചൂസ് ചെയ്തത്. ബ്ലാക്ക് ഡ്രസ് എന്ന് പറയുന്നത് തികച്ചും ധൈര്യത്തിന്റെ ഡ്രസ് തന്നെയല്ലേ. സ്ഥാനാർത്ഥി അതിൽ വലിയ കഴിവില്ല, അത് വലിയ കഴിവുള്ള കാര്യമല്ല. ഈ മറ്റു 2 സ്ഥാനാർത്ഥികളും നിങ്ങളുടെ വീട്ടിലെത്തി, അദ്ദേഹം കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു. ഞങ്ങൾ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. കൂടുതലൊന്നും പറയാനില്ല. സത്യമല്ലേ? ഞങ്ങളിലുള്ള വിശ്വാസമല്ലേ അത്. UDF പാർട്ടിയിൽ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ UDFന്റെ കൂടെ നിൽക്കുന്നുള്ള അവരുടെ വിശ്വാസമാണത്. അത് എന്നും തെളിയിച്ചിരിക്കും ഞങ്ങള്. എന്നാലും എക്കാലത്തും UDFിനൊപ്പം നിൽക്കും, UDF വിജയിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരുന്നു അവരുടെ കുട്ടിയുടെ പിതാവ്. ഒപ്പം ഒരു വലിയ ആളുകളുടെ സ്നേഹമൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു. എന്തായാലും അദ്ദേഹം ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വൈകാരിക പ്രതികരണം ഉണ്ടാവും. അതാണ് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി പുറത്തു വരുന്നത്. ഒപ്പം ഈ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്ത് വീട്ടിലേക്ക് വോട്ട് തേടി എത്തിയില്ല എന്നുള്ളതിൽ തങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല എന്നും അവർ വ്യക്തമാക്കുന്നു. ഇതുവരെ വന്ന ആരോപണങ്ങളെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നത്. ഭാര്യ സ്മിതയും നന്ദന പ്രകാശും മകളും വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരുന്നു. അവർ കൊട്ടിയൂരിലായിരുന്നു. അസൗകര്യങ്ങളുള്ളതുകൊണ്ടാണ് നേരത്തെ എത്താൻ കഴിയാതെ വന്നതെന്നും പറയുന്നു. എന്തായാലും ആ വലിയ അഭ്യൂഹത്തിന് അവസാനമായിരിക്കുന്നു. 2 പേരും തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സജിത്ത്. യെസ്, എന്തായാലും ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്തി. ഒരുപക്ഷെ അനീഷ്, പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഏറ്റവും ഒരു രാഷ്ട്രീയ ഔചിത്യം ആ കുടുംബം തൻ്റെ പിതാവിനൊപ്പം, പിതാവ് അവസാനിപ്പിച്ച രാഷ്ട്രീയത്തിനൊപ്പം ഞങ്ങളും എന്നൊരു നിലപാടെടുക്കുന്നു. വ്യക്തിപരമായി ഒട്ടും പ്രതികരിക്കാതെ ഉള്ള വളരെ ഒരു ജാഗ്രത കാട്ടൽ കൂടി അവരുടെ പ്രതികരണത്തിലുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും തികഞ്ഞ കൈയടക്കത്തോടുകൂടിയുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് കൃത്യമായി അവരുടെ പിതാവ് മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയ ധാരയോടൊപ്പം നിൽക്കുക എന്നതാണ് തങ്ങളുടെ ഒരു കടമ എന്നവർ പറയുകയും ചെയ്യുന്നു. ആ ഒരു കടമ അവർ നിർവഹിച്ചു. UDFിന് വലിയ വിജയമുണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ആ കുടുംബം പങ്കുവെക്കുന്നത്. 2 പേരും വോട്ടവകാശം രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എക്കാലത്തും അടിയുറച്ച കോൺഗ്രസുകാരായി നിലനിൽക്കും എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ പലതരത്തിലുള്ള സൈബർ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന പ്രചരണങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടായിരുന്നു. ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ അതിലൊന്നും ഇട്ടിട്ടില്ല. എല്ലാവരും കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ എന്റെ അച്ഛനെ കുറിച്ചുള്ള ഇമോഷൻസ് ആണ് ഇട്ടത്, അല്ലാണ്ട് അവിടെ ഒന്നും ഞാൻ വ്യക്തമാക്കിയിട്ടില്ല. നിങ്ങളൊക്കെ കൂടിയാണ് അതിനെ വളച്ചൊടിച്ചത്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ നിങ്ങളുടെ വീട്ടിൽ വന്നതുമായി ബന്ധപ്പെട്ട അവർ തീർച്ചയായും അവരുടെ സമൂഹ മാധ്യമങ്ങളുടെ പ്രതികരണങ്ങളെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. എന്തായാലും അമ്മ മകളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പെട്ടെന്ന് പോകുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. അവർ വോട്ട് ചെയ്തു, അതിനുശേഷം മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സജിത്ത്. യെസ്, അതാണ്ട് എന്തായാലും വിവാദങ്ങൾക്ക് ഞങ്ങളില്ല എന്നും കൂടി പറഞ്ഞു വെക്കാനാണ് കുടുംബം ശ്രമിക്കുന്നത്. അവർക്ക് ഇപ്പോഴും ആ പിതാവ് അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവ്, അതൊരു വൈകാരിക ഓർമ്മയാണ് ഇപ്പോഴും. അവർ കറുത്ത ഡ്രസ്സ് ധരിച്ചെത്തിയത് പോലും അത് സംബന്ധിച്ച് പോലും ചോദ്യങ്ങളുണ്ടായി. പക്ഷേ അതിനോടൊക്കെ വളരെ കരുതലോടെ പ്രതികരിച്ചുകൊണ്ടാണ് പോയത്. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യാവസാനം ചർച്ചയായ ഒരു വിഷയമാണ് VV പ്രകാശിൻ്റെ കുടുംബത്തിൻ്റെ നിലപാട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ആര്യാടൻ ഷൗക്കത്തുമായി അവർക്ക് ചില പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട്. തങ്ങൾക്ക് പക്ഷേ അതിൽ പരാതിയില്ല, ഷൗക്കത്ത് എത്താത്തതിൽ പരാതിയില്ല എന്ന നിലപാട് തന്നെയാണ് അവർ പരസ്യമായി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്.